ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു കിടിലൻ മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പലതരം സർവൈവൽ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമാണ്. അതായത് ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും മഴ പെയ്യുന്നത് ഒരു പുതിയ കാര്യമല്ലല്ലോ, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ. എന്നാൽ ഈ മഴ തുടർച്ചയായി 5 വർഷം പെയ്തു. എന്നാൽ ഈ മഴ തുടങ്ങിയ ആ സമയം മുതൽ ഭൂമിയിലെ എല്ലാ വീടുകളും പൂർണ്ണമായിട്ടും അടഞ്ഞു പോവാണ്. ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും വീടിനുള്ളിൽ കുടുങ്ങിപ്പോവാണ്. വീടിന്റെ വാതിലോ ജനലോ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. മാസങ്ങളോളം അല്ല, വർഷങ്ങളോളം അവർ ആ വീടിനുള്ളിൽ ട്രാപ്പായി പോവാണ്. അങ്ങനെ ട്രാപ്പായി പോയ കുറച്ച് ആളുകളുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നല്ല കിടിലൻ സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു നോട്ട് കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് ഭൂമി എന്ന് പേര് വെച്ചത്? അത് തെറ്റാണ്. കാരണം നമ്മുടെ ഭൂമിയിൽ കരയേക്കാൾ കൂടുതലായിട്ട് കടലല്ലേ. അപ്പോൾ ഭൂമിയെ ഭൂമി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റില്ലേ എന്നാണ് ആരോ ഒരു നോട്ടിലൂടെ ചോദിച്ചിരിക്കുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് കടൽ തീരത്ത് നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ജെയ്സനെയാണ്. കുറെ നേരമായിട്ട് ജെയ്സൺ ചൂണ്ടയിടുന്നുണ്ട്. എന്നാൽ ഇത്ര നേരമായിട്ട് നല്ലൊരു മീനിനെ കിട്ടിയില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ ചെറിയൊരു മീനിനെ കിട്ടിയപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചു കാലം കൂടി ഇത് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവൻ ആ കടലിലേക്ക് തന്നെ അതിനിടുകയാണ്. പിന്നീട് പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ ആകാശത്തിലേക്ക് നോക്കുന്നത്. മേഘമെല്ലാം കറുത്ത് ഇരുണ്ട് മൂടി വരികയാണ്. അതായത് ശക്തമായ ഒരു മഴ മിക്കവാറും അധികം വൈകാതെ പെയ്യും. അപ്പൊ അതിനു മുന്നേ വീട്ടിലേക്ക് പോകണം. വേഗം തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഇതേ സമയം തന്നെ ജെയ്സന്റെ വീട് നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിക്കുകയാണ്. കുറെ ചെറിയ വീടുകളുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധമുള്ളവരൊന്നും അല്ല കേട്ടോ. ഓരോരുത്തരായി അവരുടെ ലൈഫായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. ഇപ്പൊ അവിടെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ നേരത്താണ് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നത്. എല്ലാവരും വേഗം തന്നെ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് ജെയ്സൺ വീട്ടിന്റെ അടുത്തേക്ക് എത്തുന്നത് കേട്ടോ. ഗ്യാരേജിന്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാർ അവിടെ വെച്ച് നേരെ വീട്ടിലേക്ക് ഓടിക്കയറുകയാണ്. ചെറുതായിട്ട് മഴയത്ത് നനഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയ്സന്റെ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതാണ്. അതുപോലെ തന്നെ ചെറിയൊരു വീടാണ്. ജെയ്സൺ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ ജോലിയൊന്നുമില്ല, ജോലിയെല്ലാം പോയി. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നീട് വീട്ടിലേക്ക് കയറി വന്നപാട് തന്നെ അവരുടെ ഒരു നായ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അതിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ജെയ്സന്റെ ഭാര്യയും മക്കളും ഉള്ളിലുണ്ട്. ഭാര്യയുടെ പേര് ആനി. അതുപോലെ തന്നെ മൂത്തതൊരു മോനാണ്, അവന്റെ പേര് ഗ്രഹാം. ഇളയതൊരു പെണ്ണാണ്, അവളുടെ പേര് റൂത്ത്. കഷ്ടപ്പാടിന്റെ ഇടയിലും എങ്ങനെയെങ്കിലും പിള്ളേരെ ഹാപ്പി ആക്കണം എന്നുള്ളൊരു ചിന്തയാണ് ജെയ്സന്. ഇപ്പൊ തന്നെ കുറച്ച് ഡോനറ്റ്സ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിള്ളേർക്ക് കൊടുക്കുകയാണ്. അത് കണ്ടപാട് തന്നെ അവർക്ക് വലിയ സന്തോഷമായി കേട്ടോ. എല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഈ സമയത്താണ് ആനി വന്നിട്ട് ജെയ്സനോട് ഒരു കാര്യം പറയുന്നത്. എടോ, ഇന്റർനെറ്റ് കിട്ടുന്നില്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല, ഇവിടുത്തെ കണക്ഷൻസ് ഒക്കെ ആകെ ഒരു തോൽവിയാണ്. ഞാൻ നിന്നോട് എത്രയായി പറയുന്നു, എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് മാറണം. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത കോലത്തിലായിട്ടുണ്ട്. അതായത് ഇതൊരു പഴയ വീടാണ്. അതുപോലെ തന്നെ ആനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ചിമ്മിനിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഏകദേശം പൊളിഞ്ഞ് വീഴാനായിട്ടുണ്ട്. എപ്പോഴാണ് പിള്ളേരുടെ ദേഹത്ത് അത് വീഴുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു വീടിൽ നിന്ന് നമ്മൾ മാറണമെന്ന് ആനി പറയുന്നുണ്ട്. എന്നാൽ ജെയ്സൺ പറയുന്നത്, ആനി നമ്മുടെ സിറ്റുവേഷൻ നിനക്ക് അറിയുന്നല്ലേ, എന്തായാലും നമുക്ക് മാറാം, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയാണ്. ഈ സമയത്താണ് ജെയ്സന്റെ മകൻ ഗ്രഹാം ഒരു കാര്യം ചോദിക്കുന്ന. അല്ലാച്ചാ ക്രിസ്മസ് വരാൻ പോവല്ലേ, ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? ജെയ്സൺ പറയണ, അതിനെന്താ മോനെ, നമുക്ക് എന്തായാലും മേടിക്കാം. ജെയ്സന്റെ കയ്യിൽ കാശില്ലെങ്കിലും പിള്ളേരൊന്ന് ഹാപ്പി ആകണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചേ നമുക്ക് എന്തായാലും ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരാന്ന് പറയണം. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ച് റെഡിയായി നേരെ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കുന്നില്ല. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഇപ്പൊ ജെയ്സൺ ആനിയോട് പറയണ, വാതിലിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, പുറത്തുനിന്ന് ലോക്കായി പോയി തോന്നുന്നു, തുറക്കാൻ പറ്റുന്നില്ല. ബേക്കിലെ ഡോർ വന്ന് തുറന്നു നോക്കാന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ആ വാതിലും തുറക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ആരോടെങ്കിലും സഹായം ചോദിക്കാന്ന് വെച്ചാൽ ഫോൺ കണക്ട് ആവുന്നില്ല. ഉറക്കനെ വിളിച്ചു പറഞ്ഞാൽ പുറത്ത് നല്ല മഴയാ, ആരും കേൾക്കാനും പോകുന്നില്ല. കുറെ നേരം 2 വാതിലും തുറക്കാനായിട്ട് ജെയ്സൺ നോക്കിയാട്ടോ. ഒരു രക്ഷയില്ലാത്തോണ്ട് ജനല് തുറക്കാൻ നോക്കി. ഇപ്പൊ ജനലും തുറക്കുന്നില്ല. ഇതെന്താ പറ്റിയെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ആകെ പേടിയാവാൻ തുടങ്ങി. പിന്നീട് വാതിലിന്റെ ആ ഒരു ഗ്ലാസ് എല്ലാം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ജെയ്സൺ നോക്കുകയാണ്. ആ ഗ്ലാസ്സിലിട്ട് അടിക്കുക എന്നല്ലാതെ അത് പൊട്ടുന്നില്ല. പിന്നീട് ജനലിന്റെ അടുത്തേക്ക് ചെന്ന് ജനലിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. അതും പൊട്ടുന്നില്ല. ഒറ്റയടിക്ക് പൊട്ടുന്ന ഈ ഗ്ലാസുകൾക്കൊക്കെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പ് വന്നത്? ഇവർ 4 പേരും ചെറുതായിട്ട് പേടിച്ചു പോയിട്ടോ. വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല, ഒരു വഴിയുമില്ല. മാത്രമല്ല ജനലിലൂടെ നോക്കുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ഇവര് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെ വീടിന്റെ ഉള്ളിൽ ലോക്കായി കിടക്കുകയാണ്. ആർക്കും അവരുടെ വീടിന്റെ വാതിലോ ജനലോ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇവർ മറ്റൊരു കാര്യം കാണുന്നത്. കുറച്ചു നേരം മുന്നേ ജോഗിങ്ങിന് പോയ ഒരു ലേഡി, അവൾക്ക് അവളുടെ വീട്ടിൽ കയറാൻ കഴിയാതെ അവളാകെ പേടിച്ച് പോയിട്ടുണ്ട്. ഓരോ സ്ഥലത്തേക്കും അവൾ പോകുന്നുണ്ട്. അവൾക്കും ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല. അവളാകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ജെയ്സനും ആനിയും കാണുകയാണ്. എന്തായാലും ആ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും ആരെങ്കിലും കൂട്ടി വരും എന്നൊരു പ്രതീക്ഷയിൽ ഇവരിവിടെ ഇരിക്കുകയാണ്. എന്നാൽ പിള്ളേര് 2 പേരാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച്
നിൽക്കുകയാണ്. അപ്പൊ തന്നെ ജെയ്സൺ വിഷയം ഒന്ന് മാറ്റുന്നുണ്ട്. അല്ല, നിങ്ങൾ ആ ബോട്ട് കണ്ടോ? ഈ മഴ തീർന്നാൽ എങ്ങനെയെങ്കിലും നമുക്ക് ആ ബോട്ടുമായിട്ടൊന്ന് ഫിഷിങ്ങിന് പോകണം കേട്ടോ, അടിപൊളിയായിരിക്കും, നമുക്ക് അടിച്ച് പൊളിക്കാന്ന് പറയണം. പിള്ളേരുടെ മൈൻഡ് മാറ്റാനാണ് ജെയ്സൺ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ജെയ്സണും വിചാരിക്കുന്നത് അല്പനേരം കഴിഞ്ഞ് മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ വാതിലും തുറക്കുമെന്നൊക്കെയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവനും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ ഗ്ലാസ്സിലൂടെ ഓരോരുത്തർ ഓരോന്ന് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതായത് ഇതെങ്ങാനും ചെയ്തത് ഇനി ഗവൺമെന്റ് ആയിരിക്കുമോ? തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടറുടെ ഭാര്യയുണ്ട്. അവര് പറയുന്നത് ഇതെങ്ങാനും വലിയ ഏലിയൻസ് അറ്റാക്ക് ആണോ? പലരും പല രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആർക്കും വ്യക്തമല്ല ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു. ഇപ്പൊ രാത്രി ജെയ്സൺ പിള്ളേരെ രണ്ടുപേരും വിളിക്കുന്നുണ്ട്, ആനിയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരോട് പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, കുറച്ചു നേരം കഴിഞ്ഞാൽ ഇതെല്ലാം പഴയതുപോലെയാവും. ആ സമയത്ത് നമ്മുടെ റൂത്ത് ചോദിക്കുകയാണ്, അച്ഛാ കുറേ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, മഴ നിൽക്കുന്നില്ല, ഇനിയിപ്പോൾ അത് കാരണമായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വല്ല അദൃശ്യ ശക്തിയായിരിക്കോ? അപ്പൊ തന്നെ ജെയ്സൺ പറയുന്നുണ്ട്, റൂത്തെ ആവശ്യമില്ലാത്ത ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കണ്ട, ഒരു കുഴപ്പവും പറ്റില്ല എന്ന് പറയണം. ഇതേ സമയം തന്നെ ആനിയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. എന്താണെന്ന് ജെയ്സൺ ചോദിച്ചപ്പോൾ പറയണം, എന്റെ അച്ഛനും അമ്മയും അവരവരുടെ വീട്ടിൽ ഇതുപോലെ കുടിയും കെടുക്കായിരിക്കില്ലേ, അവർക്ക് പ്രായമായില്ലേ, എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നൊരു പേടി, അതുകൊണ്ടൊരു ടെൻഷൻ. എന്നാൽ ജെയ്സൺ പറയുന്നത്, ആനി നീയും പിള്ളേരെ പോലെ ആവുകയാണോ? അനാവശ്യമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഇതൊക്കെ ഇപ്പൊ ശരിയാവുന്നേ, ഇനി അഥവാ വല്ല പ്രശ്നവും വന്നാൽ സേഫ്റ്റിക്ക് നമ്മുടെ കയ്യിലൊരു ഗണ്ണുണ്ടല്ലോ, അത് മതിയെന്ന്. അങ്ങനെ ആ ദിവസം കഴിയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ തന്നെ കുറച്ച് ടൂൾസ് എടുത്ത് ജെയ്സൺ നേരെ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, എങ്ങനെയെങ്കിലും അതിന്റെ ലോക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ലോക്ക് കഴിക്കാൻ പറ്റുന്നേ ഇല്ല. ഈ സമയത്താണ് ഡോറിന്റെ ആ ഒരു ഗ്യാപ്പിലൂടെ ജെയ്സൺ ഒരു കാര്യം കാണുന്നത്. അതായത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ, ആ വെള്ളം എല്ലാം നിലത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ എന്തോ ഒരു റിഫ്ലക്ഷൻ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്നാണ് ജെയ്സൺ അവിടെ കണ്ടത്. ജെയ്സൺ വേഗം തന്നെ ആനിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് ജെയ്സന്റെ ഉള്ളിലും ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ മോള് റൂത്ത് പറഞ്ഞതുപോലെ മഴ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതായത് ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഈ മഴയായിരിക്കോ? ആനി പറയണ, ജെയ്സ നീ എന്താ കുട്ടികളെ പോലെ സംസാരിക്കുന്നു? എന്നാൽ ജെയ്സൺ പറയുന്നത്, അല്ല എന്റെ ഒരു തോന്നൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സമയം വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. മാത്രമല്ല പിള്ളേരും അതുപോലെ തന്നെ ആനിയും പുറത്തേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഫ്രസ്ട്രേഷനിലാണ്, അവർക്കൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ജോളി മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സീഡിങ് കാസറ്റ് ഒക്കെ എടുക്കുകയാണ്. നമുക്ക് കുറച്ച് പാട്ടും സിനിമയൊക്കെ കാണാന്ന് പറയണം. എന്നാൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, 2 കാസറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. എന്തായാലും ഉള്ളത് വെച്ച് അവരൊന്ന് ഹാപ്പി ആവുകയാണ്. മാത്രമല്ല ജെയ്സന് ചെറിയൊരു പേടി ഇപ്പൊ മനസ്സിൽ വരാൻ തുടങ്ങി. കുറെ ദിവസം ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി പോവോ എന്ന് വരെ അവൻ ചിന്തിക്കുകയാണ്. എന്തായാലും വേഗം തന്നെ ജെയ്സനും ആനിയും കൂടെ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഇതിന്റെ ഉള്ളിൽ പെട്ടുപോയാൽ കഴിക്കാനായിട്ട് ഭക്ഷണവും വെള്ളവും വേണ്ടേ, എത്രത്തോളം അത് ഉണ്ട് നോക്കുകയാണ്. ഏകദേശം ഒരു 2 മാസത്തേക്കുള്ളുണ്ട്. വേഗം തന്നെ ആ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് എടുത്തു വെക്കുകയാണ്. മാത്രമല്ല വാട്ടർ ചെക്ക് ചെയ്യുമ്പോൾ അധികമൊന്നും വെള്ളമില്ല, അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം വെള്ളം ഉപയോഗിക്കുക. പിന്നീട് മക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ജെയ്സൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ മീൻ പിടിക്കുന്നതും മീൻ പിടിച്ചാൽ അതിനെങ്ങനെ നന്നാക്കണം, കുക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസം 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഡോറ് തുറക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഓരോ ദിവസം മുന്നോട്ടേക്ക് പോകുന്തോറും ആനിയുടെ ഉള്ളിലെ പേടി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം ഭക്ഷണം തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനി വന്നിട്ട് ജെയ്സനോട് ഒരു ഐഡിയ പറയുന്നുണ്ട്. അതായത് പുറത്ത് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വിത്ത് എടുത്തു വെച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാമെന്ന് ജെയ്സൺ പറയുന്നുണ്ട്. ഇതേ സമയത്താണ് ഇവരുടെ അയൽവാസിയായിട്ടുള്ള ആ ഒരു ഡോക്ടർ അവരുടെ വീട്ടിലെ എല്ലാ ഭക്ഷണവും കഴിഞ്ഞു, നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ജെയ്സന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഭക്ഷണം അങ്ങോട്ടേക്ക് എത്തിക്കുക? അതിനായിട്ട് ഒരു മാർഗവുമില്ലല്ലോ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഏകദേശം 10-14 ദിവസം കഴിഞ്ഞു, 2 ആഴ്ചയായി. ദിവസം ഇങ്ങനെ പോകുന്തോറും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ, എല്ലാവരുടെയും മാനസികാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിള്ളേര് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഹാപ്പിയാക്കി നിർത്താൻ ജെയ്സൺ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്രിസ്മസ് വരുന്നത്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് ചെറിയ ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ്, ഡെക്കറേറ്റ് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. ഇവർ മാത്രമല്ല ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവരും ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരാകെ പെട്ടുകിടക്കുകയാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അപ്പൊ കുറച്ചു നേരെങ്കിലും ഒന്ന് സന്തോഷിക്കാലോ എന്ന് കരുതിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ജെയ്സന്റെ 2 മക്കളുണ്ടല്ലോ, റൂത്തും അതുപോലെ തന്നെ ഗ്രഹാമും. ഇവർ രണ്ടുപേരും ചുമ്മാ ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജനലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഈ സമയത്താണ് റൂത്ത് പുറത്ത് എന്തോ ഒന്ന് കാണുന്നത്. വ്യക്തമായിട്ടല്ല, അവ്യക്തമായിട്ടാണ്. അവള് പറയാണ്, ഞാൻ അവിടെ ഒരു മോൺസ്റ്ററെ കണ്ടു എന്ന്. അവള് പറയുന്നത് കേട്ട് ഗ്രഹാം പുറത്തേക്ക് നോക്കിയപ്പോൾ അവനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം നല്ല മൂടലുണ്ടായിരുന്നു, പുറത്തുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. പിറ്റേന്ന് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. റൂത്തിനും അതുപോലെ തന്നെ ഗ്രഹാമിനും ഈ ഒരേ ഭക്ഷണം കഴിച്ച് ആകെ മടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും കഴിക്കാൻ തന്നെ തോന്നുന്നില്ല. അതിപ്പോ ജെയ്സനും ആനിക്കും മനസ്സിലായി. ഇതിനിടയിലാണ് റൂത്ത് ഒരു കാര്യം പറയുന്നത്. അച്ഛാ, ഇന്നലെ രാത്രി ഞാൻ ജനലിന്റെ അരികിൽ ഇരിക്കുമ്പോൾ പുറത്ത് ഒരു മോൺസ്റ്ററെ കണ്ടു, പക്ഷെ പേടിക്കണം വേണ്ട. എനിക്കതിനെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, അതൊരു നല്ല മോൺസ്റ്റർ ആണ്. എന്നാൽ ഇത് കേട്ടപാട് തന്നെ ജെയ്സൺ മോളോടൊരു കാര്യം പറയണം. മോളെ, ഇതൊക്കെ മോക്ക് തോന്നുന്നതാണ്. കുറെ ദിവസമായി നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെയല്ലേ, അപ്പൊ ആർക്കായാലും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ മോൾക്കും തോന്നിയതാണ്, അല്ലാതെ ഈ മോൺസ്റ്റർ ഒന്നും ഇല്ല കേട്ടോ. അത് പറഞ്ഞപ്പോൾ നമ്മുടെ റൂത്തിന്റെ മുഖം ആകെ വാടി പോവാണ്. ഇത് മനസ്സിലാക്കിയ ആനി വേഗം പോയിട്ട് കുറച്ച് മധുര പലഹാരങ്ങൾ അതുണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കുകയാണ്, അവരുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് കിട്ടിയപ്പോൾ പിള്ളേര് ഹാപ്പിയായി, പഴയതുപോലെ തന്നെ ആവുകയാണ്. പിന്നീട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് പിള്ളേര് പോയി കിടക്കുകയാണ്. അതുപോലെ തന്നെ
ജെയ്സനും ആനിയും കെടുക്കാൻ പോയി. രണ്ടുപേരും ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ട് ആ സിനിമയിലെടുത്ത് കാണുന്നുണ്ട്. എന്നാൽ എത്ര ദിവസമായി ഈ രണ്ട് സിനിമയും വെച്ച് ഇവരിങ്ങനെ പോകുന്നു. ബോറടിക്കില്ലേ? രണ്ടുപേർക്കും നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു നായ അതിലൂടെ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ വിചാരിക്കുകയാണ്, അത് എത്ര സ്വതന്ത്രമായിട്ടാണ് പുറത്തോടെ നടക്കുന്നത്, നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി കിടക്കുന്നു. പതിയെ പതിയെ നിരാശ ഇവരെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ തുള്ളി ചാടുമെങ്കിലും സന്തോഷിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. എന്നാൽ ഇങ്ങനൊരു സമയത്തും ഉള്ളിൽ നിന്നും സന്തോഷിക്കാൻ പാകത്തിന് ഒരു കാര്യം ഉണ്ടാവുകയാണ്. അതായത് അവർ നട്ട ചെടി ഉണ്ടല്ലോ, ആ ചെടിയിൽ ഒരു തക്കാളി ഉണ്ടാവുകയാണ്. ഇത് കണ്ടപ്പോൾ ആനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിള്ളേർക്കും ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഭക്ഷണമില്ലാതെ ഇവരിവിടെ ബുദ്ധിമുട്ടില്ല, എന്തായാലും ഇതുപോലെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഇവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കാര്യം ഇവർ കാണുകയാണ്. അപ്പുറത്തെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറുടെ ഭാര്യയ്ക്ക് തീരെ വയ്യല്ലോ. അപ്പൊ ദയനീയമായിട്ട് തന്നെ ഡോക്ടറുടെ ഭാര്യ ഇവരെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും അവരെ കണ്ട് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. അധികം വൈകാതെ അവർ മരിക്കും ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. വിചാരിച്ചതുപോലെ തന്നെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരണപ്പെട്ടു പോവാണ് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ജെയ്സനും ആനിക്കും രണ്ട് മക്കൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ഇവരെല്ലാവരും ഓവറായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതായത് അവരുടെ അവസ്ഥ തന്നെ നമുക്കും വരില്ലേ, നമ്മളും ഇതുപോലെ കിടന്ന് മരിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ജെയ്സൺ മറ്റൊരു കാര്യം നോക്കുന്നത്. ഇവരുടെ പ്രിയപ്പെട്ട ആ ഒരു ഡോഗ് ഉണ്ടല്ലോ, അതിനെപ്പോഴും ഒരു മരുന്ന് കൊടുക്കണം. എന്നാൽ ആ മരുന്ന് അധികമൊന്നുമില്ല, ഒരു 4-5 എണ്ണം അത്രേ ബാക്കിയുള്ളൂ. അത് കണ്ടപ്പോൾ ജെയ്സന് വീണ്ടും ടെൻഷൻ ആവാൻ തുടങ്ങുകയാണ്. അധികം നാൾ ഇവരുടെ ഡോഗ് ഇവരുടെ കൂടെ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് ജെയ്സൺ നോക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അന്നേ ദിവസവും രാത്രി പുറത്ത് ഇപ്പോഴും നന്നായിട്ട് മഴ പെയ്യാണ്, ഇടിമിന്നലടിക്കുന്നുണ്ട്. ഈ സമയത്താണ് റൂത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾ പതിയെ എഴുന്നേറ്റ് വന്ന് ഗ്ലാസിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഇവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പേടിച്ച് നിലവിളിച്ച് അവൾ ആ ഒരു വാതിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. റൂത്ത് വേഗം തന്നെ അച്ഛനും അമ്മയും ചേട്ടനെയും വിളിക്കുന്നുണ്ട്. ഇവർ വന്ന് നോക്കുമ്പോൾ ആ ഒരു പെണ്ണ് ഗ്ലാസ്സിലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, അതിപ്പോ വരും, എന്നെ കൊന്നു തിന്നെന്ന് പറയാണ്. പുറത്തു വന്നാൽ അത് നിങ്ങളെയും തിന്നെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ വളരെ ഭീകരമായ വലിയൊരു നിഴൽ രൂപം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും വന്ന ആ സാധനം പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പെണ്ണിനെ വലിച്ചെടുത്ത് പിച്ചി ചീന്തിക്കളയാണ്. ഇതിനുശേഷം ജെയ്സനും ആനിയും പുറത്തേക്ക് നോക്കുമ്പോൾ ആ മഴയത്ത് ഒരു പ്രത്യേകതരം ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എല്ലാവരും ഇത് കാണുകയാണ്. പെട്ടെന്ന് ഒരു ഭയങ്കര ശക്തമായ പവർഫുൾ ആയിട്ടുള്ള ഒരു വെളിച്ചം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആർക്കൊന്നും കാണാൻ കഴിയുന്നില്ല, കണ്ണ് വരെ മഞ്ഞളിച്ചു പോയി. പിന്നീട് അല്പനേരം കൊണ്ട് തന്നെ ആ ഒരു വെളിച്ചം പോവാണ്. ആ വെളിച്ചം പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ ഒന്നിനും കാണാൻ കഴിയുന്നില്ല. ഒറ്റയടിക്ക് എല്ലാം കൂടെ എങ്ങോട്ടോ പോയി മറഞ്ഞുപോയി. ജെയ്സൺ അപ്പൊ തന്നെ ജനലിന്റെ അരികിൽ നിന്നും പിള്ളേരെ മാറ്റുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയാണ്. മാത്രമല്ല ഈ ഒരു കാര്യം നേരത്തെ തന്നെ റൂത്ത് പറഞ്ഞായിരുന്നല്ലോ, ആരും വിശ്വസിച്ചില്ലല്ലോ ആ കാര്യം. എന്തായാലും ഈ കാര്യം ഇപ്പൊ ഇവര് നേരിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ റൂത്ത് പല തവണ എഴുതി വെച്ച ഓരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവൾ വരച്ചു വെച്ച ചിത്രങ്ങൾ, ഇതെല്ലാം ജെയ്സനും ആനിയും നോക്കുന്നുണ്ട്. അവൾ വരച്ചു വെച്ചതുപോലെ തന്നെയുള്ള മോൺസ്റ്റേഴ്സിനെയാണ് ഇവർ പുറത്ത് കണ്ടത്. ഇതേ നേരം തന്നെ റൂത്ത് അവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛാ, കുറെ മോൺസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അതിലൊരെണ്ണം മാത്രം നല്ലതാണ്, അത് നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ഈ സമയത്ത് ജെയ്സൺ പറയണ, മോളെ, മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കൂട്ടുകാരായിട്ട് കാണാൻ കഴിയില്ല. അവർ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മളെ കൊല്ലാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. എന്തായാലും ഇതിനുശേഷം ജെയ്സന് നന്നായിട്ട് പേടി പിടിച്ചു. പിള്ളേരും പേടിച്ചിട്ടുണ്ട്. എന്നാൽ പിള്ളേരുടെ പേടി മാറ്റാൻ വേണ്ടി ജെയ്സൺ ഒരു കാര്യം പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്കൊന്നും പറ്റില്ല, അച്ഛനുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊന്നും പറ്റില്ല. എന്തായാലും ഇതിനുശേഷം മക്കളെ മറ്റൊരു റൂമിൽ കെടുത്താനായിട്ട് ജെയ്സനും ആനിക്കും ഭയങ്കരമായിട്ട് പേടിയായി. അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ പിള്ളേരെ കെടുത്തുകയാണ്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവാണ്. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വരുന്നില്ല. ഇവർ അതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ജെയ്സന്റെ മക്കള് അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിമ്മിനിയുടെ മുകൾ ഭാഗം തകർന്ന് താഴേക്ക് വീഴാണ്. പിള്ളേരാകെ പേടിച്ചുപോയി. ജെയ്സനോടും ആനിയോടും ഈ കാര്യം ചെന്ന് പറയുന്നുണ്ട്. പിന്നീട് ചിമ്മിനിയുടെ ഉള്ളിലൂടെ മുകളിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ മുകൾ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് വീണതാണ്. ആനി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട് പഴയതായി, ചിമ്മിനിയുടെ ഭാഗം ആകെ ഇളകി നിൽക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാന്ന്. എന്തായാലും അതുപോലെ തന്നെ ചിമ്മിനി പൊട്ടി താഴേക്ക് വീണിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇവർക്കൊരു ആശയം തോന്നുകയാണ്, ആ പൊട്ടിയ ഭാഗത്തൂടെ പുറത്തേക്ക് കടക്കാൻ പറ്റിയാലോ. എന്നാൽ ജെയ്സനും ആനിക്കും ഗ്രഹാമിനും അതിലൂടെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ റൂത്തിന് പോകാൻ പറ്റുമോ? അപ്പൊ അവള് പറയാണ്, അച്ഛാ, ഞാൻ പോയിക്കോളാം, എനിക്ക് പേടിയൊന്നുമില്ലാന്ന്. അങ്ങനെ ഒരു ഷാളും വലിച്ചു കെട്ടിയിട്ട് അവൾ പതിയെ പതിയെ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. എന്നാൽ അതിന്റെ മുകളിൽ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലൂടെ പുറത്തേക്ക് കടക്കാൻ റൂത്തിന് കഴിയുന്നില്ല. പക്ഷെ അവളുടെ കൈ അവൾ പുറത്തേക്ക് ഇടുകയാണ്. പിന്നീട് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ നേരത്ത് അവളുടെ ദേഹത്ത് ആകെ കരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവരുടെ ഡോഗ് വളരെ ദയനീയമായിട്ട് കരയുന്നത്. ഇവർ ചെന്ന് നോക്കുമ്പോൾ അതിന് തീരെ വയ്യ, തളർന്ന് കിടക്കുകയാണ്. അതിന് കൊടുക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അധികം നാൾ ഇതിങ്ങനെ ജീവിക്കില്ല. വേദന കാരണം അതിങ്ങനെ ചെറുതായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ദയനീയാവസ്ഥ കണ്ട് ജെയ്സന് സഹിക്കാൻ കഴിയുന്നില്ല. വേദനിച്ച് ഇതിനിങ്ങനെ നിർത്തണോ, നമുക്കിതിനെ കൊന്നു കളയാന്ന് പറയണം. അങ്ങനെ പിള്ളേരെ മാറ്റിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ജെയ്സൺ മനസ്സ് കല്ലാക്കിക്കൊണ്ട് ആ
നായെ വെടിവെച്ച് കൊന്നുകളയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനി വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവനെ സംസ്കരിക്കണ്ടേ, ചിമ്മിനിയിലിട്ട് കത്തിച്ച് കളയാന്ന് പറയണം. എന്നാൽ ജെയ്സൺ പറയണം അത് വേണ്ട, ഓരോ ദിവസം കഴിയുന്തോറും ഭക്ഷണം തീർന്നു വരികയാണ്, നമുക്കൊരു ഗതിയില്ലെങ്കിൽ ഇവന്റെ ഇറച്ചി തന്നെ ഉപയോഗിക്കാന്ന് പറയാണ്. എന്നാൽ അത് കേട്ട ആനി ആകെ ഞെട്ടിപ്പോവാണ്. ജെയ്സൺ നീ എന്താ ഈ പറയുന്നത്, ഇവന്റെ ഇറച്ചി കഴിക്കാനോ? അവൻ എത്രത്തോളം താലോലിച്ച് നടന്നത് നമ്മള്, അവന്റെ ഇറച്ചി തന്നെ കഴിക്കണോ? എനിക്കത് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആനി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. മനസ്സ് കല്ലാക്കി അവളും സമ്മതിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് ജെയ്സന്റെ അടുത്ത് പറയാണ്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങളായിപ്പോ ഇപ്പോഴും വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അതിനുള്ളിൽ ഇവര് കുടിയും കെടുക്കുകയാണ്. ഭക്ഷണമെല്ലാം ഏകദേശം തീർന്ന അവസ്ഥയിലാണ്. ഇനി കഴിക്കാനായിട്ട് ഒന്നുമില്ല. ചെറിയ രീതിയിൽ പട്ടിണിയിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ജെയ്സൺ ഒരു കാര്യം ചുമ്മാ ചെയ്തു നോക്കുന്നത്. അതായത് ആ ചിമ്മിനിയിലൂടെ വലിയ കയറുകൾ കെട്ടിയിട്ട്, അതായത് തുണിയെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു കയറുണ്ടാക്കിയിട്ട് ചത്തുപോയ ആ പട്ടിയുണ്ടല്ലോ അതിന്റെ ഇറച്ചി പതിയെ പുറത്തേക്ക് ഇടുകയാണ്. മറ്റൊരു പട്ടി വന്ന് അത് കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് ജെയ്സൺ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ഇതുപോലെ എന്തിനെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമായിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാമല്ലോ. എന്നാൽ അതെങ്ങനെ ചെയ്യുന്നത് അവന് യാതൊരു ഐഡിയ ഇല്ല. എന്നാൽ ഈ സമയത്താണ് മഴ വീണ്ടും ശക്തമാകുന്നത്. പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനലിന്റെ ഭാഗത്തെ കർട്ടൻ എല്ലാം വേഗം തന്നെ പോയിട്ട് ജെയ്സൺ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് ആ വലിയ മോൺസ്റ്ററിന്റെ ഒരു നിഴൽ വന്നിട്ട് ആ ജനലിന്റെ അരികിൽ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ റൂത്ത് അവിടെ ഉണ്ടായിരുന്നു. അവൾ കനങ്ങാൻ വരെ പേടിയാവുകയാണ്. എന്നാൽ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ആ മോൺസ്റ്റർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പേടിച്ചു പോയ നമ്മുടെ റൂത്ത് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജെയ്സന് എന്ത് പറഞ്ഞ് റൂത്തിനെ സമാധാനിപ്പിക്കണമെന്ന് യാതൊരു പിടിയില്ല. വലിയ മഴ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള മോൺസ്റ്റേഴ്സ് വരുമെന്ന് ഇവർക്ക് മനസ്സിലായി. മാത്രമല്ല ഓരോ ദിവസവും പിന്നീട് ഇവരിങ്ങനെ പേടിച്ചാ ജീവിക്കുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരുപാട് ദിവസങ്ങളായി. ഇപ്പൊ കഴിക്കാൻ തീരെ ഭക്ഷണം ഇല്ലാതായിട്ടുണ്ട്. ഉള്ള ഭക്ഷണം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കിയിട്ട് സത്യം പറഞ്ഞാൽ പിള്ളേരാകെ മടുത്തു പോയിട്ടുണ്ട്. റൂത്തും ഗ്രഹാമും ഈ ഭക്ഷണം മര്യാദക്ക് കഴിക്കാത്തത് കൊണ്ട് തന്നെ വളരെയധികം ക്ഷീണിച്ചു വരികയാണ്. അതുപോലെ തന്നെ ആനി ആണെങ്കിൽ ഒരു പരിധി വരെ ഇതെല്ലാം കൺട്രോളിൽ കൊണ്ടുവന്നതായിരുന്നു ഇത്രയും നാളും. പക്ഷേ ആനിയുടെ പിടുത്തം വിടാൻ തുടങ്ങി. അവൾക്ക് വല്ലാതെ സ്ട്രെസ് വരാൻ തുടങ്ങി. ഒരു ദിവസം ഇതെല്ലാം ആലോചിച്ച് അവൾ തലകറങ്ങി അങ്ങ് വീണു പോവാണ്. ജെയ്സൺ വേഗം തന്നെ ഓടിപ്പോയി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. പിന്നീട് പരമാവധി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം, നീ ഇങ്ങനെ തളർന്നു പോകല്ലേ എന്ന് പറയണം. ഇതെല്ലാം പിള്ളേരും കാണുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഗ്രഹാം ഒരു പരിപാടി ചെയ്യാണ്. അവനിങ്ങനെ താലോലിച്ച് വളർത്തുന്ന അവന്റെ കുറച്ച് മീനുകൾ ഉണ്ടായിരുന്നു അക്വേറിയത്തില്. അവൻ അതിനെ മുഴുവൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് ജെയ്സന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, അച്ഛാ നമുക്ക് തൽക്കാലം ഇത് കഴിക്കാന്ന് പറയണം. ഇത് കണ്ടപ്പോൾ ജെയ്സനും സങ്കടാവുകയാണ്. കാരണം ഗ്രഹാം അത്രയും ഇഷ്ടത്തോടുകൂടി വളർത്തുന്ന മീനുകളായിരുന്നു അത്. എന്നാൽ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനേക്കാളൊക്കെ വലുത് വിശപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഭക്ഷണമാക്കി എടുക്കാൻ അവനൊരു മനസ്സ് വന്നില്ലേ. അത് ആലോചിച്ച് ജെയ്സന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് എങ്ങനെയെങ്കിലും ഒരു മൃഗത്തിനെ പിടിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ആലോചനയിലായിരുന്നു ജെയ്സന്. ആൾ ചെറിയൊരു എഞ്ചിനീയർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രാപ്പ് സെറ്റ് ചെയ്യണം. പോരാത്തതിന് ആ ഡോഗിന്റെ ഇറച്ചിയും ഇവരുടെ കയ്യിൽ കുറച്ചുണ്ടല്ലോ, അത് ഇവർക്ക് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ആ ട്രാപ്പ് ഉണ്ടാക്കി ചിമ്മിനിക്കൂടിന്റെ ഉള്ളിലൂടെ അത് പുറത്തേക്ക് ഇട്ടു. അതിലൊരു കയറും കണക്ട് ചെയ്തു. എന്നിട്ട് ഏതെങ്കിലും ഒരു ജീവി വന്ന് കടിക്കാനായിട്ട് ഇവർ കാത്തിരിക്കുകയാണ്. മനുഷ്യര് അവിടെ ഇവിടെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുള്ള് കാട്ടിലെ മൃഗങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒന്നും വന്ന് ആ ട്രാപ്പിൽ പെടുന്നില്ല. അക്ഷമനായിട്ട് ജെയ്സൺ അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വലിയൊരു അണ്ണാനാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു സാധനം വന്ന് ആ ട്രാപ്പിൽ കുടുങ്ങുകയാണ്. ഇത് കണ്ടപാട് ജെയ്സന് ഭയങ്കരമായിട്ട് സന്തോഷമായി. വേഗം തന്നെ ട്രാപ്പിൽ കുടുങ്ങിയ ആ ഒരു ജീവിയെ ഇവർ വലിച്ചെടുക്കുന്നുണ്ട്. അതിനെ പാകം ചെയ്ത് കഴിക്കുകയാണ്. അത് കഴിക്കുമ്പോൾ 4 പേരുടെ മുഖത്ത് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ആർത്തിയോട് കൂടിയിട്ട് അവരത് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടാവും. അങ്ങനെ കുറച്ച് ദിവസം വീണ്ടും മുന്നോട്ടേക്ക് പോകണം. ഇപ്പൊ ആനി ജെയ്സനോട് ഒരു കാര്യം പറയുന്നുണ്ട്. വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് കഴിച്ചാൽ മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അങ്ങനെ ജെയ്സനും ആനിയും കൂടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇവരുടെ വീടിന്റെ തറ പൊളിക്കാന്ന്. ഇവർ ആ ഒരു തറ പൊളിച്ചെടുക്കുകയാണ്. പിന്നീട് മണ്ണായിരിക്കുമല്ലോ, ആ മണ്ണിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വിത്തുകളിട്ട് അത് മുളപ്പിച്ച് ചെറിയ രീതിയിലുള്ള കൃഷി തുടങ്ങുന്നുണ്ട്. ആവശ്യമല്ലെങ്കിലും ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ അതും അവരുണ്ടാക്കിയെടുക്കുകയാണ്. എന്നാൽ ഇവർ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ചുറ്റുള്ള വീട്ടുകാർ അവർക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ തന്നെ ഐഡിയ തോന്നൂല, അത് ചെയ്യാനായിട്ട് അറിയുന്നുമില്ല. പലരും ഈ വിശപ്പ് സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോകുന്നുണ്ട്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളും ഇതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ജെയ്സനും ആനിയും അവരുടെ കുടുംബത്തിനെ ഒരു കൺട്രോളിൽ അങ്ങനെ കൊണ്ടുപോകണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ട്രാപ്പ് വെച്ച് ഓരോ മൃഗങ്ങളെ പിടിക്കുന്നുമുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഒരു കൺട്രോളിൽ ഇവർ പോകുന്നുണ്ട്. കാരണം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആദ്യം വേണ്ടത് ഇതാണല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു പോവാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇലക്ട്രിസിറ്റിയും ഓഫ് ആവുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം ജെയ്സനും ആനിയും എക്സ്പെക്ട് ചെയ്തതായിരുന്നു. അധിക നാളൊന്നും ഈ കറണ്ട് ഉണ്ടാവില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള സൊല്യൂഷനും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് പിന്നെയും റീയൂസ് ചെയ്യും. അങ്ങനെ വീണ്ടും നാളുകൾ അങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ പോയി മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ ഏകദേശം 5 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അതിനുള്ളിൽ തന്നെ ഇവര് ട്രാപ്പായി കിടക്കുകയാണ്. അവര് മാത്രമല്ല, ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും, ഒരു പക്ഷേ ഭൂമിയിലുള്ള എല്ലാവരും ഇതുപോലെ തന്നെ ട്രാപ്പായി കിടക്കുകയായിരിക്കും. ഇപ്പൊ പുറത്തേക്കൊന്ന് നോക്കിയേ, അവിടെ മുഴുവനും കാടും മരങ്ങളും ഒക്കെ വളർന്നിരിക്കുകയാണ്. മനുഷ്യൻ പോവാത്തത്
കൊണ്ട് റോഡ് വരെ അവിടെയൊന്നും കാണാനില്ല. പ്ലേ ഗ്രൗണ്ടുകളിലൊക്കെ ആകെ കാട് മൂടി നശിച്ചു പോയിരിക്കുകയാണ്. വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇതെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെയാണ്. മാത്രമല്ല കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ വരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇതിപ്പോ കാട് പോലെ തന്നെയായി മാറിയിട്ടുണ്ട്. ഇതിനുശേഷം ജെയ്സനെ കാണിക്കുകയാണ്. ആകെ മുടിയും താടിയെല്ലാം വളർത്തി ഒരു വല്ലാത്ത കോലത്തിലായിട്ടുണ്ട് കേട്ടോ. അവനൊന്നും ചിരിക്കാൻ തന്നെ കഴിയുന്നില്ല തോന്നുന്നു. ഇപ്പൊ ജെയ്സന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ മുടിയും താടിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് ആനി. അതുപോലെ തന്നെ ആനി ഒരു കാര്യം പറയുന്നുണ്ട്. ദിവസം കൂടുന്തോറും നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ഗ്രഹാം, അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നത് പോലെ ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുന്നുണ്ട് അവന്. എങ്ങനെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കാല്ലാതെ വേറൊരു വഴിയില്ല കേട്ടോ ജെയ്സ. ഇപ്പൊ ജെയ്സൺ പറയാണ്, ആനി നിനക്കും അറിയുന്നതല്ലേ എങ്ങനെ നമ്മൾ പുറത്തേക്ക് കിടക്കും, എനിക്കറിയില്ല. ആനിയും ഇപ്പൊ ആകെ സങ്കടത്തിലാവുകയാണ്. എത്ര വർഷം ഇതുപോലെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ജെയ്സൺ ഇപ്പോഴും അവന്റെ ആ ഒരു ട്രാപ്പ് ഉണ്ടല്ലോ അത് വെച്ച് ഓരോ പക്ഷികളെയും ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് വെച്ചാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് തന്നെ. മാത്രമല്ല ആനി ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഇവരുടെ വീട് ഓൾറെഡി പഴയതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനും കൂടെ ആയപ്പോൾ വീടിന്റെ പല ഭാഗത്തും ക്രാക്കും വിള്ളലും വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജെയ്സൺ പറയാണ്, അത് പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയല്ലേ, വീടിനടിയിൽ ആ ഒരു മണ്ണിന്റെ ബലമൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചുമരിലൊക്കെ ഈ വിള്ളല് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ ഇവരുടെ വീടിന്റെ ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് നോക്കിയേ, ചെടികളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ സമയത്ത് ജെയ്സൺ നേരെ ഗാരേജിലേക്ക് പോകണം. അവിടെ അവന്റെ കാറുണ്ട്. കുറെ നാളായിട്ട് വർക്കാവാതിരുന്ന ആ ഒരു കാർ അവനിപ്പോ സ്റ്റാർട്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് ജെയ്സന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട ഗ്രഹാമിനെ ഇത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. അച്ഛാ, ഈ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാ? ഉപകാരമുള്ള വല്ലതും ചെയ്തുകൂടെ? അതായത് ഇവർ എന്ത് ചെയ്താലും ഗ്രഹാമിന് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പൊ ഗ്രഹാമിന്റെ അടുത്തേക്ക് വന്ന് ജെയ്സൺ പറയണം, മോനെ അങ്ങനെ ഉപകാരമുള്ളത് ഉപകാരം ഇല്ലാത്തത് എന്നൊന്നുമില്ല. നമ്മുടെ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ, ഓരോ ഭാഗവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണോ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുക അത് നമ്മൾ നിലനിർത്തുക. ഇതെല്ലാം കൊണ്ട് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ വന്ന് സഹായിക്കുക, ഇങ്ങനെ ദേഷ്യപ്പെടില്ല എന്ന് പറയുമ്പോൾ ഗ്രഹാമിന് അത് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അവൻ പറയാണ്, എനിക്കൊന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകണം. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ റൂത്തും പോകുന്നുണ്ട്. ഗ്രഹാമിന്റെ ഈ ഒരു സ്വഭാവം മാറ്റും ജെയ്സന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്തായാലും ജെയ്സന്റെ അടുത്തേക്ക് വന്നിട്ട് ആനി പറയാണ്, അവരുടെ പ്രായം അതല്ലേ, വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ ഇമോഷനെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായമാണിത്. അതുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അങ്ങനെ ജെയ്സൺ ഇപ്പൊ നോക്കിയാവാണ്. മാത്രമല്ല അധികം വൈകാതെ ഭയങ്കരമായിട്ടുള്ള മഴ, പെരും മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ചെറിയ രീതിയിലൊക്കെ വീടിന്റെ ഉൾഭാഗത്തേക്ക് ലീക്ക് വരുന്നുണ്ട്. ആ ലീക്കെല്ലാം വേഗം തന്നെ ജെയ്സൺ പോയിട്ട് അടച്ചു കളയാണ്. ഈ സമയത്താണ് ജെയ്സൺ വാതിലിന്റെ അരികിലായിട്ടൊരു കാര്യം കാണുന്നത്. ഒരു നിഴൽ, ഒരു വലിയ നിഴൽ, അത് തന്നെ ആ മോൺസ്റ്റർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കണ്ട് ജെയ്സൺ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇത്രയും കാലമായിട്ട് തുറക്കാൻ കഴിയാത്ത വാതിലിന്റെ ആ ലോക്ക് പതിയെ അനങ്ങുന്നുണ്ട്. അപകടം മനസ്സിലായ ജെയ്സൺ അപ്പൊ തന്നെ മക്കളെയും ഭാര്യയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ജെയ്സൺ നോക്കുമ്പോൾ അവൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. ആ വാതിൽ പതിയെ പതിയെ തുറന്നു വരുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വാതിൽ തുറന്നു വരുന്നത്. എന്തായാലും അത് തുറന്നു വരുന്നത് ഒരു മോൺസ്റ്റർ ആയിരുന്നു. ആ മോൺസ്റ്റർ വന്നിട്ട് ആ വീട് മുഴുവനും അരിച്ച് പരിശോധിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ജെയ്സനും ആനിയും പിള്ളേര് രണ്ടുപേരും ഒളിച്ചിരിക്കുകയാണ്. അവരെ ഈ മോൺസ്റ്ററിനെ കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ മോൺസ്റ്റർ ഇങ്ങനെ ഓരോ സ്ഥലത്തുകൂടെ പോകും തോറും ആ ഭാഗത്തെ വെള്ളം എല്ലാം ഫ്രീസ് ആയി പോവാണ്. മാത്രമല്ല വീടിന്റെ ഉള്ളിൽ ഒരുപാടധികം ചെടികളൊക്കെ ഇപ്പൊ ആനി വളർത്തിയിട്ടുണ്ടല്ലോ. ഈ ജീവി അതിലൂടെ പോകുന്ന സമയത്ത് ആ ചെടികളെല്ലാം നശിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് കാണുമ്പോൾ ആനിയുടെ നെഞ്ച് പൊട്ടിപ്പോവാണ്. സഹിക്കാൻ കഴിയുന്നില്ല. ജെയ്സനോട് അപ്പൊ ആനി പറയുന്നുണ്ട്, നിന്റെ കയ്യിൽ ആ ഒരു ഗണ്ണില്ലേ, അതെനിക്ക് താ, ഞാൻ അതിനെ കൊല്ലുന്നു പറയാണ്. എന്നാൽ ജെയ്സൺ ആദ്യമൊന്നും കൊടുത്തില്ല കേട്ടോ. ഈ സമയത്താണ് ഈ ജീവി പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവാണ്. എന്നാൽ അപ്പോഴും വാതിൽ തുറന്നു തന്നെ കിടക്കുകയാണ്. ഇത് കണ്ട ഗ്രഹാം എന്താക്കിയെന്നറിയോ, അവൻ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ചാടി ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങി ഓട്ടാൻ നോക്കുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ ഓടി വന്ന് ജെയ്സൺ പോയിട്ട് ഗ്രഹാമിനെ ഇറക്കി പിടിക്കുകയാണ്. അവൻ വല്ലാതെ വയലന്റ് ആയെങ്കിലും ജെയ്സൺ അവനെ വിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ഡോർ അടഞ്ഞു പോകുന്നുണ്ട്. അതായത് ഗ്രഹാം ആ വാതിൽ തുറന്ന സമയത്ത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മോൺസ്റ്റർ അവനെ കാണും, അവനെ കൊന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയിൽ ഗ്രഹാമിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് വയലന്റ് ആവുന്നുണ്ട്. എന്തായാലും ജീവി പോയതുകൊണ്ട് തന്നെ ഒളിച്ചിരുന്ന ആനിയും അതുപോലെ റൂത്തും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്താണ് റൂത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ആ ഒരു ജീവി വന്നു പോയില്ലേ, ആ ജീവിയുടെ ദേഹത്തു നിന്നും താഴെ വീണ ആ ഒരു വെള്ളം അത് അവള് നോക്കിയപ്പോൾ അത് സാധാരണ മഴവെള്ളമല്ല. അതിന് പകരം കടലിലെ വെള്ളം ഉണ്ടല്ലോ, നല്ല ഉപ്പുരസമുള്ള വെള്ളം, അതുപോലത്തെ ഒരു വെള്ളമാണ്. അപ്പൊ അവൾക്കൊരു സംശയം, അച്ഛാ ഈ ജീവികളൊക്കെ വന്നിട്ടുണ്ടാവുക കടലിനടിയിൽ നിന്നാണോ? ഇപ്പോഴാണ് സിനിമയുടെ ആരംഭത്തിൽ പറഞ്ഞ ആ ഒരു കോട്ട്, ആ ഒരു നോട്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു തിയറി നമ്മുടെ റൂത്ത് പറയുന്നത്. അതായത് കരയേക്കാൾ 3 മടങ്ങ് ഇരട്ടിയാണല്ലോ കടൽ ഭാഗം. അപ്പൊ കരയിലെ ജീവികളെക്കാൾ 3 മടങ്ങ് ജീവികൾ കടലിലുണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ജീവി കടലിനടിയിൽ നിന്ന് വന്നതാവോ? അതായത് കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ മത്സ്യകന്യക അതുപോലെയുള്ള ജീവികളുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ആയിരിക്കും ഇതൊക്കെ. എന്നാൽ അപ്പൊ തന്നെ ജെയ്സൺ പറയുന്നത്, ഏയ് മോളെ ഇത് അങ്ങനെയൊന്നുമല്ല. അതായത് റൂത്ത് അവളുടെ ഓരോ ചിന്തകൾ എപ്പോഴും പറയുമ്പോഴും ഇവർ അതിനെ ആദ്യം തള്ളിക്കളയും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക അവളാണ്. പക്ഷെ അവൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നോർമലായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യമായിട്ട് അവരുടെ മുന്നിലേക്ക് വരുന്നത് വരെ. മോൺസ്റ്ററിനെ കണ്ടു എന്ന്
നമ്മുടെ റൂത്ത് പലതവണ പറഞ്ഞെങ്കിലും ഇവരാരും വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇവരുടെ കൺമുന്നിൽ അത് വന്നപ്പോഴാണ് ഇവരത് വിശ്വസിച്ചത്. എന്തായാലും എപ്പോഴത്തെയും പോലെ തന്നെ ജെയ്സൺ പറയണ മോളെ അങ്ങനെയൊന്നുമല്ല, ഇത് മറ്റെന്തോ ആണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ആനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ജീവി വന്നു പോയതിനു ശേഷം ഇവരവിടെ വളർത്തിയ എല്ലാ ചെടികളും ഏകദേശം നശിച്ചില്ലാതെയായിട്ടുണ്ട്. വീട്ടിനുള്ളിലെ ഇവരുടെ കൃഷിയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നേരത്തെ ജെയ്സൺ പുറത്ത് വെച്ചായിരുന്ന ആ ഒരു ട്രാപ്പിൽ ഒരു അണ്ണാൻ കുടുങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ തനിയെ മുകളിലേക്ക് കയറി വരികയാണ്. അതായത് ഒരു ഇര കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ജെയ്സൺ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ട്രാപ്പ് ഉള്ളിലേക്ക് വന്ന സമയത്ത് നമ്മുടെ റൂത്ത് വേഗം പോയിട്ട് അത് തുറക്കുകയാണ്. എന്നാൽ ആകെ വെപ്രാളത്തിലായിരുന്ന അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന അണ്ണാൻ വേഗം തന്നെ അവളുടെ കൈയെ കയറി കടിക്കുകയാണ്. അത്യാവശ്യം നല്ല മുറിവായി കേട്ടോ. പെട്ടെന്ന് തന്നെ അതിനെ ഇവർ കൊന്നു കളയുന്നുണ്ട്. എന്നാൽ റൂത്തിന്റെ മുറിവാണെങ്കിൽ അത്യാവശ്യം വലിയ മുറിവായിരുന്നു. അവൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. മാത്രമല്ല രാത്രിയായപ്പോൾ അവൾക്ക് നന്നായിട്ട് പനിക്കാനും തുടങ്ങുകയാണ്. കാരണം മുറിവിൽ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അവൾക്ക് കൊടുക്കാൻ ഒരു ആന്റിബയോട്ടിക്, ഒരു ടാബ്ലറ്റ്, ഒരു മരുന്ന് ഒന്നും ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന ആന്റിബയോട്ടിക്കുകൾ, വേറെയുള്ള ടാബ്ലറ്റുകൾ, ഇതൊക്കെ കിട്ടാതായി കഴിഞ്ഞാൽ ഈ മനുഷ്യർ തന്നെ ഇല്ലാതായി പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യർ മരിച്ചു പോകും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അപ്പൊ പണ്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മരുന്നുണ്ടായിട്ടാണോ ജീവിച്ചതെന്ന്? മരുന്നുണ്ടായിട്ടല്ല അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതകാലത്തിന്റെ അളവ് വളരെ കുറവായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. നല്ല പ്രായമായിട്ടുള്ള കുറച്ച് ആളുകളെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, പണ്ടുള്ള ആൾക്കാർക്കാണ് നല്ല ആരോഗ്യം, ഇന്നത്തെ ഈ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് മനുഷ്യരിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെയല്ല കേട്ടോ. മനുഷ്യരുടെ ആയുർദൈർഘ്യം ഓരോ വർഷങ്ങൾ കൂടുന്തോറും കൂടിക്കൂടി വരികയാണ്. ഈ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരുണ്ടല്ലോ, അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ചികിത്സ അവർക്കായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. രാജാക്കന്മാർ വരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതും നിസാരമായ പല അസുഖം കാരണം. അല്ലദാസ, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നിമാറിയിരിക്കുന്നു. കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മുടെ റൂത്തിന്റെ കയ്യിൽ അണ്ണാൻ കടിച്ചപ്പോൾ അതിൽ നല്ല ഇൻഫെക്ഷൻ വന്നു. അതിന് പകരം കൊടുക്കാനായിട്ട് മരുന്നോ ആന്റിബയോട്ടിക് ഒന്നും ഇവിടെ ഇല്ല. ഭയങ്കരമായിട്ട് അവൾക്ക് പനിക്കാനും തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ട് ജെയ്സൺ ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ ഒരു കാറിൽ പോയിട്ട് അത് സ്റ്റാർട്ടാക്കിയിട്ട് ഗാരേജിന്റെ വാതിൽ ഇടിച്ച് പൊളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അത് പൊളിയുന്നില്ല. ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരുപാട് തവണ ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും അനങ്ങുന്നില്ല കേട്ടോ. അവസാനം ജെയ്സനും കുറെ പരിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാറിനും കുറെ പരിക്ക് പറ്റാൻ അവൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ആനി ഓടി വരുന്നുണ്ട്. ജെയ്സൺ നിനക്ക് എന്താ പറ്റിയത്, ഭ്രാന്തായോ എന്ന് വരെ ചോദിക്കുകയാണ്. എന്നാൽ മകളുടെ അവസ്ഥ കണ്ടിട്ട് ജെയ്സന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. മഴ അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തെ മണ്ണ് അതെല്ലാം ലോലമായി മാറിയിട്ടുണ്ടാവും. അതിന്റെ ബലമെല്ലാം പോയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ജെയ്സൺ അവിടെ ഉണ്ടായിരുന്ന തറയുണ്ടല്ലോ അത് അടിച്ച് പൊളിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അവിടുത്തെ മണ്ണ് മാന്താൻ തുടങ്ങുകയാണ്. മണ്ണിലൂടെ ഒരു ഗുഹയുണ്ടാക്കി പുറത്ത് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മണ്ണിങ്ങനെ മാന്തി പോയ സമയത്ത് ഇവിടെ ഒരുപാട് വീടുകളുണ്ടല്ലോ. ഇവിടുത്തെ വേസ്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടല്ലോ, നേരെ അങ്ങോട്ടേക്കാണ് കാണുന്നത്. കൊഴല് പോലെ അതങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതിലൂടെ പതിയൊന്ന് പോയി നോക്കിയാലോ എന്നിങ്ങനെ ജെയ്സൺ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റില്ല, അവൻ സൈസ് കൂടുതലാണല്ലോ. ഇപ്പൊ ആനി പറയണത് ഞാൻ പോകാം. അതുപോലെ തന്നെ ജെയ്സൺ പറയണം അപ്പുറത്ത് ഒരു ഡോക്ടറുടെ വീടാണ്, അത് ഓർമ്മയില്ലേ? അങ്ങോട്ടേക്ക് പോയാൽ എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക് കിട്ടാതിരിക്കില്ല, നീ എന്തായാലും പോയി നോക്കുന്നു പറയണം. അങ്ങനെ ആനി ഇപ്പോൾ അതിലൂടെ പോകുന്നുണ്ട്. മാത്രമല്ല അവളോട് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അറിയേണ്ട ഇവർക്ക്. അങ്ങനെ അവസാനം ആനി സേഫായിട്ട് തന്നെ ഡോക്ടറുടെ ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ആകെ പൂപ്പലും പായലും കാടും ഇതൊക്കെ കയറിയിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും മരിച്ചു കിടക്കുന്നുണ്ടല്ലോ. ആ ബോഡിയെല്ലാം അവിടെ കിടന്ന് ഇങ്ങനെ അഴുകിയിരിക്കുകയാണ്. മാത്രമല്ല പെരും മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ഇനി അധിക നേരം അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ മോൺസ്റ്റേഴ്സ് ഏത് വഴിയിലൂടെയൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ വേഗം തന്നെ ആനി അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. അവൾക്ക് ഇപ്പോൾ ടാബ്ലറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണല്ലോ പെരും മഴ പെയ്യുന്നത്. മാത്രമല്ല ഈ വീടിന്റെ പല ഭാഗവും തകർന്നു കിടക്കുകയാണ്. അതിലൂടെ ഇപ്പം മോൺസ്റ്റേഴ്സ് ഉള്ളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആനി ഇത് കാണുകയാണ്. അവൾക്ക് ആകെ പേടിയായി. ഇവിടെ നിന്നാൽ എന്തായാലും മോൺസ്റ്റേഴ്സ് അവളെ കാണും. അതുകൊണ്ട് തന്നെ നേരെ ബേസ്മെന്റിലേക്ക് പോകണം. തുടർച്ചയായിട്ട് മഴ ഇങ്ങനെ പെയ്തതുകൊണ്ട് തന്നെ അവിടെയും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ശബ്ദം ഉണ്ടാക്കാതെയാണ് അവൾ ആ ഒരു ബേസ്മെന്റിൽ നിൽക്കുന്നത്. കാരണം മുകളിൽ കുറെ അധികം മോൺസ്റ്റേഴ്സ് ഉണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരു കാര്യം കണ്ട് അവൾ ആകെ ഞെട്ടി തരിച്ചു പോകുന്നത്. ആ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ മരിച്ചു പോയിട്ട് അയാളുടെ ബോഡി ഒരു സ്ഥലത്ത് കൊടിയും കിടന്ന് അതങ്ങനെ ജീർണിച്ച് കിടക്കുകയാണ്. അത് കണ്ട് ആനി പെട്ടെന്ന് ഞെട്ടി ആകെ കരഞ്ഞു പോവുകയാണ്. ഈ ശബ്ദം എന്തായാലും മോൺസ്റ്റേഴ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇനി ശബ്ദം ഉണ്ടാക്കാതെ ഇതിലൂടെ പതിയെ പോയിട്ട് കാര്യമില്ല, വേഗത്തിൽ പോകുക എന്ന് കരുതിയിട്ട് ആ ടണലിലൂടെ അവൾ വേഗം തന്നെ പോവുകയാണ്. അപ്പോഴാണ് ഒരു മോൺസ്റ്റർ അവളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ഇപ്പൊ ആനി ഒന്നും നോക്കിയില്ല. ജെയ്സൺ കൊടുത്ത ആ ഒരു ഗൺ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതിന് നേരെ നോക്കി ഷൂട്ട് ചെയ്യാണ്. ആ ശബ്ദം ജെയ്സൺ കേൾക്കുന്നുണ്ട്. അവനാകെ പേടിയായി. എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല ആനി ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചത്തിട്ടൊന്നുമില്ല കേട്ടോ. അത് അവിടെ ഒന്ന് വീണ് പോയെങ്കിലും വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. എന്നാൽ അപ്പോഴേക്കും ആനി അവരുടെ വീടിന്റെ ആ ഒരു ടണലിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വേഗം തന്നെ അതിലൂടെ കയറുകയാണ്. ജെയ്സൺ വേഗം തന്നെ അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. ഇപ്പൊ ആ വഴിയിലൂടെ ഈ മോൺസ്റ്റർ അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ജെയ്സൺ കുറെ അധികം കല്ലും മണ്ണും ഇതെല്ലാം വാരിയിട്ട് അതിലേക്ക് അങ്ങ് ഇടുകയാണ്. വേഗം തന്നെ അത് മൂടുകയാണ്. അതുകൊണ്ട് തന്നെ അതുവഴി ഈ മോൺസ്റ്ററിന് ഇവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. എന്തായാലും കുറച്ചു നേരം കൊണ്ട് ഇവര് നന്നായിട്ടൊന്ന് പേടിച്ചു പോയി കേട്ടോ. പക്ഷെ പോയ കാര്യം നടന്നു. ആനിയുടെ കയ്യിൽ ആ ആന്റിബയോട്ടിക്കുകൾ ഉണ്ട്. അത് വേഗം തന്നെ ഇപ്പൊ റൂത്തിന് കൊടുക്കുകയാണ്. പിന്നീട് മരുന്ന് കഴിച്ചതുകൊണ്ട് തന്നെ റൂത്തിന് ആരോഗ്യമൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ആനിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ ജീവികൾ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഞെട്ടലുണ്ടല്ലോ,
അതിപ്പോഴും മാറിയിട്ടില്ല. മാത്രമല്ല ആനി പറയാണ് നമ്മൾ ഇവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം ആ മോൺസ്റ്റേഴ്സിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മിക്കവാറും അത് നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആനി ഇപ്പൊ ജെയ്സനോട് പറയാണ്. എന്നാൽ ഗ്രഹാം ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ജീവികളെ നമ്മൾ ട്രാപ്പ് വെച്ച് കൊല്ലുന്നില്ലേ, അതുപോലെ ഇവറ്റകളെ പിടിക്കാനായിട്ടുള്ള ഒരു ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കണം. ഇങ്ങോട്ടേക്ക് വന്ന അവറ്റകളെ കൊല്ലണം എന്ന് തന്നെ പറയണം. ഗ്രഹാമിന്റെ ഈ അഭിപ്രായത്തോട് നമ്മുടെ ജെയ്സനെ യോജിക്കുകയാണ്, എല്ലാവരും യോജിക്കുകയാണ്. മാത്രമല്ല ഇതിനുശേഷം ഇവർ 4 പേരും കൂടെ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇനി മോൺസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ. വീടിന്റെ ഓരോ ഭാഗത്തും ഇവർ പിന്നീട് ഓരോ ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങണം. മാത്രമല്ല മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ റൂത്തിന്റെ ആരോഗ്യം നന്നായിട്ട് തന്നെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അവളും ഇപ്പൊ ഇവരുടെ കൂടെയൊക്കെ നന്നായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. 4 പേരും ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി എടുക്കുകയാണ്. അതുപോലെ ജെയ്സനും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കുറെ കാലമായില്ലേ, കുറെ വർഷങ്ങളായില്ലേ പേടിച്ച് ഇതിന്റെ ഉള്ളിൽ ജീവിക്കുന്നു. ഇനി അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ട. ചാകുകയാണെങ്കിൽ ചാവട്ടെ. അവറ്റകൾ വന്നാൽ ഇനി പേടിച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടിയില്ല. ഒന്നില്ലെങ്കിൽ അവറ്റകൾ ചാവണം, അല്ലെങ്കിൽ നമ്മൾ ചാവണം. അങ്ങനെ എന്തിനും തയ്യാറായി ഇവർ 4 പേരും നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം നടക്കുന്നത്. ഡോക്ടറുടെ വീട്ടിലേക്ക് ആനി പോയപ്പോൾ കണ്ടില്ലേ, അവിടെ മുഴുവനും വെള്ളമായിരുന്നു. അതുപോലെ തന്നെ ഈ വീടിന്റെ പല ഭാഗത്തു നിന്നും വെള്ളം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ആദ്യം ഇത് കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചെങ്കിലും എല്ലാവരും കൂളാവുകയാണ്. മാത്രമല്ല പഴയതുപോലെ തന്നെ പഴയ പ്ലാന് തന്നെ എന്തിനും തയ്യാറായി നിൽക്കുക. ഒരു മനുഷ്യന് മരിക്കാനുള്ള ആ ഭയം പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അങ്ങനെ എല്ലാവരും എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു മോൺസ്റ്റർ വരുന്നത്. ഇതേ നേരം ആനി അവളെ റെഡിയാക്കി വെച്ച ചെറിയൊരു കുഞ്ഞി ബോംബ് ഒന്നും നോക്കിയില്ല എടുത്ത് ഒരേറ്റ എറിവ് കൊടുക്കണം. നേരെ ചെന്ന് വീണത് അതിന്റെ മേത്ത്. മാത്രമല്ല അത് പൊട്ടിയപ്പോൾ അതിന്റെ ആ ഒരു തീ മുഴുവനും അതിന്റെ ദേഹത്ത് ആളി പടരുകയാണ്. ഈ ഒരു മോൺസ്റ്റർ ഈ കാര്യം ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അതാകെ ഞെട്ടി. മാത്രമല്ല വല്ലാതെ അഗ്രസീവ് ആവുകയാണ്. നേരെ വരുന്നത് ജെയ്സന്റെ അടുത്തേക്കാണ്. ജെയ്സൺ കയ്യിലുണ്ടായിരുന്ന കുന്തെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുന്നുണ്ട്, തട്ടിയില്ല. രണ്ടാമത്തെ കുന്തെടുക്കാണ്, ഒരൊറ്റ ഏറ് കൊടുത്തു, അത് തട്ടി. മാത്രമല്ല പിന്നീട് എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയി വിളിച്ചിരിക്കുകയാണ്. ഇവരുടെ അടുത്തേക്ക് തന്നെ ആ ഒരു മോൺസ്റ്റർ വരുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ഇവർ സെറ്റ് ചെയ്ത ആ ഒരു ട്രാപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതിനെ കൊണ്ടുപോകായിരുന്നു. അവസാനം അതിനെ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ മോൺസ്റ്റർ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ ട്രാപ്പ് ആയി കഴിഞ്ഞു. ഇപ്പൊ കയ്യിലൊരു കത്തിയെടുത്ത് ജെയ്സൺ നേരെ അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ അതിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വാതിൽ തുറക്കടാ, വാതിൽ തുറക്കെന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ഗ്രഹാം പറയണ, അച്ഛാ അതിനെ കൊല്ലല്ലേ, അതിനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അതിനെ കൊല്ലല്ലേ എന്ന് പറയാണ്. ഇപ്പൊ ജെയ്സൺ അവന്റെ ആ ഒരു ദേഷ്യത്തെ ഒരിച്ചിരി കിടക്കുകയാണ്. മാത്രമല്ല ഇപ്പോഴാണ് ആ ഒരു മോൺസ്റ്ററിന്റെ മുഖത്തേക്ക് ജെയ്സൺ നോക്കുന്നത്. ഒരു കാര്യം അപ്പൊ മനസ്സിലായി, ആ ജീവി വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഇവരെ ആക്രമിക്കാനായിട്ടല്ല ആ ഒരു ജീവി വന്നത്. ഈ സമയത്ത് ജെയ്സൺ ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം റൂത്ത് ചെറിയ പ്രായത്തിൽ പറഞ്ഞായിരുന്നല്ലോ, അച്ഛാ ഈ മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഒരുപോലെയല്ല, ചില മോൺസ്റ്റേഴ്സ് പാവാന്ന്. എന്നാൽ അപ്പൊ ജെയ്സൺ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, മോൺസ്റ്റേഴ്സ് എല്ലാവരും മോൺസ്റ്റേഴ്സ് തന്നെയാണ്, നമ്മളെ അവർ കൊല്ലാനേ നോക്കുകയുള്ളൂ. എന്നാൽ അത് അങ്ങനെയല്ല, ഇവരിപ്പോ പിടിച്ചിരിക്കുന്ന ട്രാപ്പിലാക്കിയിരിക്കുന്ന ഈ മോൺസ്റ്റർ അതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ജെയ്സന് തോന്നി. മാത്രമല്ല ജെയ്സൺ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ ട്രാപ്പ് ആയപ്പോൾ മുതൽ റൂത്ത് അവളുടെ ഓരോ തിയറികൾ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ജെയ്സൺ അതിനെ എതിർക്കുകയല്ലാതെ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യം റൂത്ത് പറഞ്ഞു മഴയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എന്നാൽ ജെയ്സൺ അത് വിശ്വസിച്ചില്ല. പിന്നീട് ആ മഴയത്ത് ഒരു മോൺസ്റ്ററിനെ കണ്ടു എന്ന് പറഞ്ഞു. ജെയ്സൺ അപ്പോഴും വിശ്വസിച്ചില്ല. അതിനുശേഷം ആ കൂട്ടത്തിൽ നല്ല മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ജെയ്സൺ അത് വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോ മകള് പറയുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് വിശ്വസിക്കാമെന്ന് ജെയ്സൺ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലാനായിട്ട് പോയ ആ കത്തി കൊണ്ട് അതിനെ കൊല്ലാതെ അതിന്റെ കെട്ടുകൾ പതിയെ അഴിക്കുകയാണ്. കെട്ടുകൾ അഴിഞ്ഞതോട് കൂടിയിട്ട് ആ ഒരു മോൺസ്റ്റർ വേഗം തന്നെ ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത് കണ്ട് ഇവരൊക്കെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ ഒരു മോൺസ്റ്റർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാത്രമല്ല അവരെ കണ്ടപ്പോൾ എന്താണ് ഈ മനുഷ്യരുടെ ആവശ്യമെന്ന് അതിന് മനസ്സിലായി. വാതിൽ തുറന്ന് എല്ലാവർക്കും പുറത്തേക്ക് പോകണം. അങ്ങനെ ഇത്രയും കാലമായിട്ട് ഇവർക്ക് കടക്കാൻ കഴിയാത്ത, തുറക്കാൻ പറ്റാത്ത ആ വാതിൽ ഈ മോൺസ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ജെയ്സനും അവന്റെ ഫാമിലിയും കൂടെ ആ വീടിന്റെ പുറത്തേക്ക് നേരെ ഇറങ്ങുകയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ വേറെ കുറേയധികം മോൺസ്റ്റേഴ്സ് ഇവരെ വളയുന്നുണ്ട് കേട്ടോ. അതായത് ആ കൂട്ടത്തിൽ നല്ലതുകൊണ്ട് ചെയ്തതുകൊണ്ട് എന്ന് പറയുന്നില്ലേ, ഈ വന്നിരിക്കുന്നത് മുഴുവൻ ചെയ്തതാണ്. ഇപ്പോ ഇവരെ 4 പേരെയും കൊന്നു കൊലവിളിക്കും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഉള്ളിലുണ്ടായിരുന്ന മറ്റേ മോൺസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരെ വെറുതെ വിട്ടേക്ക് എന്നായിരിക്കും. ആ മോൺസ്റ്റർ അങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവ ഒന്നും കാണിക്കാതെ അവിടുന്ന് തിരിച്ചു പോകണം കേട്ടോ. അതായത് ജെയ്സനും ഫാമിലിക്കും ഒന്നും പറ്റിയില്ല. മാത്രമല്ല ഇവര് നോക്കുമ്പോൾ ഇവർ ഇത്രയും കാലം താമസിച്ച ആ ഒരു വീടുണ്ടല്ലോ അത് തകർന്ന് പൊളിഞ്ഞ് ഭൂമിയുടെ താഴേക്ക് അങ്ങ് പോവുകയാണ്. തുടർച്ചയായിട്ടുണ്ടായിരുന്ന മഴ, കുറച്ചു നേരം മുന്നേ അതിശക്തമായിട്ട് വെള്ളം ഉള്ളിലേക്ക് വന്നില്ലേ, ഇതെല്ലാം കാരണം അവിടുത്തെ മണ്ണ് വളരെയധികം ദുർബലപ്പെട്ടു പോയായിരുന്നു. അതുകൊണ്ടാണ് വീട് തകർന്ന് താഴേക്ക് വീണത്. എന്തായാലും കറക്റ്റ് സമയത്താണ് ഇവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനുശേഷം ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഇവർ അരിച്ചു പെറുകയാണ്. ജീവനോട് ആരുമില്ല. എന്തായാലും സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില ടൂൾസുകൾ ഇവർ കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ട് കാണാണ്. ആ ബോട്ട് ജെയ്സൺ വേഗം തന്നെ വെള്ളത്തിലേക്ക് ഇറക്കുന്നുണ്ട്. ആ ബോട്ട് വഴി പിന്നീട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. മാത്രമല്ല പോകുന്ന വഴിയിൽ റേഡിയോ വഴി ഈ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും സർവൈവ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്
അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം ആരോ ഇവരോട് റെസ്പോൺസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ തീർക്കുന്നത്. എന്നാൽ ഈ സിനിമ കഴിഞ്ഞപ്പോഴും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ വന്നിരിക്കുന്ന ജീവികൾ അതെന്തായാലും ഏലിയൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭൂമി അത് നമ്മൾ മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന്? തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു ഞോട്ടുണ്ടല്ലോ, അതായത് ഭൂമിയുടെ കരഭാഗം, ആ കരഭാഗത്തിനേക്കാൾ 3 ഇരട്ടി വലുപ്പമുണ്ട് കടലിന്. അതായത് കരഭാഗത്തിനേക്കാൾ കൂടുതൽ ജീവജാലങ്ങൾ കടലിലുണ്ടാവില്ലേ? അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർക്ക് മാത്രമാണോ ഇന്റലിജൻസ് ഉള്ളത്? അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എങ്കിലൊരു പരിധി വരെ അത് സത്യം തന്നെയാണ്. എന്നാൽ കടൽ ജീവിയായിട്ടുള്ള നീരാളി ഉണ്ടല്ലോ, അതിന് 9 തലച്ചോറുണ്ട് എന്നാ പറയുന്നത്. മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ബുദ്ധിശക്തിയും അതിനുണ്ട് എന്നൊക്കെയാ പറയുന്നത്. നമ്മൾ ഈ സിനിമയിൽ കണ്ട ജീവികൾ, അതായത് ആ മോൺസ്റ്റേഴ്സും നീരാളികളും തമ്മിൽ ഏകദേശം ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട്. ചിലപ്പോൾ കടലിനടിയിലെ നീരാളിയെ പോലെ തന്നെയുള്ള മറ്റൊരു തരം ജീവിയായിരിക്കണം ഇത്. കുറെ കാലമായില്ലേ മനുഷ്യർ കടലിനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടായിരിക്കണം മനുഷ്യരെ കീഴടക്കാൻ വേണ്ടി കടലിനടിയിൽ നിന്നും ഇവർ പുറത്തേക്ക് വന്നത്. എന്നാൽ ആ ജീവികൾക്കും മനുഷ്യർക്കും മാത്രമുള്ളതല്ല ഈ ഭൂമി, എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ ഒരു ഭൂമി. അതായത് പ്രകൃതിയിലെ അതിജീവനം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ടുള്ളതല്ല, മറിച്ച് പ്രകൃതിയോടും മറ്റ് ജീവികളോടുമുള്ള കരുണയും മനസ്സിലാക്കലുമാണ് അതിജീവനത്തിന്റെ താക്കോൽ എന്നാണ് ഈ സിനിമ ഒരു പരിധിവരെ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും തളർന്നു പോവാതെ ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് നിന്ന് പോരാടുക, അതുകൂടെ അതിജീവനത്തിന്റെ ഒരു രഹസ്യമാണ്. വേറെ ഒരു കാര്യം കൂടി ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ മനുഷ്യർ ഈ ഭൂമി അടക്കി വാണുകൊണ്ടിരിക്കുകയാണല്ലോ. എത്ര കാലം, എത്ര വർഷങ്ങൾ നമ്മൾ ഈ ചൂഷണം ഇങ്ങനെ തുടരും? എന്നെങ്കിലും ഒരിക്കൽ പ്രകൃതി നമ്മളോട് റിയാക്ട് ചെയ്യില്ലേ, തിരിച്ചടിക്കില്ലേ എന്നുകൂടി ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി നമ്മൾ മാറി ജീവിക്കാൻ തുടങ്ങിയാൽ അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ, ഒരു ഹോപ്പ് ഉണ്ടാവും എന്നുകൂടി സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. തീർച്ചയായിട്ടും നല്ല കമന്റ് നോക്കി ഞാൻ പിൻ ചെയ്തു വെക്കാം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.